നമ്മൾ ക്രൗളേഴ്സ് ട്രൈ ചെയ്ത്, ബാഷേഴ്സ് ട്രൈ ചെയ്ത്, ഡ്രിഫ്റ്റ് കാർ ട്രൈ ചെയ്ത്, ഹെലികോപ്റ്റർ വരെ ട്രൈ ചെയ്ത് വീഡിയോ ഇട്ടില്ല. അതിന്റെ വീഡിയോ നമ്മൾ പിന്നെ ഇടുന്നുണ്ട്. കരയിലോട്ടും ആകാശത്തോട്ടും പോകുന്ന വണ്ടികളിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വെള്ളത്തിലോട്ട് പോകുന്ന വണ്ടിയാണ്. ഇതാണ് നമ്മൾ WL ടോയ്സിന്റെ സ്വാഡ് ഫിഷ്. ഒരു കിടിലം പോലത്തെ ബോട്ടാട്ടാ. ബോട്ടിന്റെ ലുക്ക് തന്നെ ഒരു രക്ഷയില്ല. കിടിലം പോലത്തെ ലുക്കാണ്. എന്താ പറയാ, നമ്മളെ സ്പീഡ് ബോട്ടിനൊക്കെ കാണുന്ന പോലെ അത്രയും കൂർത്തിട്ടുള്ള നല്ല മൂർച്ചയുള്ള മുമ്പ് ഭാഗം കേട്ടോ. കാറ്റിനെയും വെള്ളത്തിനെയും എല്ലാം തുളച്ചു പോകാൻ വേണ്ടിയിട്ട്. ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഒരു ഫാന്, ഒരു മോട്ടർ വന്നിട്ടുണ്ട്, പിന്നെ നമ്മളെ സ്റ്റിയറിംഗും വന്നിട്ടുണ്ട്, പിന്നെ ഒരു സ്പ്രിങ്ങും വണ്ടിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്, ഒരു പൈപ്പിന്റെ കണക്ഷനും വണ്ടിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. ഇത് ചിലപ്പം ഇത് വെള്ളം പുറത്തേക്ക് തള്ളാനാകുമ്പോൾ വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാകും ചിലപ്പോൾ. അതുപോലെ സൈഡിലും കാര്യങ്ങളിലും നമ്മൾ എന്താ പറയാ, ഈ വാട്ടറിന്റെ ആ ഒരു ഫ്ലോ ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ സൈഡിലും താഴെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മളിതാ ഫസ്റ്റ് ഈ ഒരു ക്ലിപ്പ് വലിച്ചിട്ട് ഒരു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ കവർ ഊരിപ്പോവും. ഉള്ളിൽ വേറെ ഒരു കവറും കൂടി വരുന്നുണ്ട്. കാരണം നമ്മളെ വണ്ടി വെള്ളത്തിലോട്ട് ഓടുന്നതായതുകൊണ്ട് ഉള്ളിൽ വെള്ളം കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് 2 സീലിംഗ് ഉണ്ട്. ഇതും നമുക്ക് ഇങ്ങനെ ക്ലിപ്പ് വെച്ചിട്ട് ഊരാൻ പറ്റും. ഇത്രയേ ഉള്ളൂ വണ്ടി വരാൻ വേണ്ടിയിട്ട്. ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ 3S ബാറ്ററി വന്നിട്ടുണ്ട്. 2200 mAh 3S ബാറ്ററി പെട്ടി തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു കിടിലം പോലത്തെ ബ്രഷ്ലെസ് മോട്ടർ, അതുപോലെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്തുള്ള എല്ലാം വാട്ടർ പ്രൂഫ് ആട്ടോ. അതുപോലെ ബാക്കിയുള്ള സാധനങ്ങളിലും വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഒരു മോട്ടർ, ESU ഇങ്ങനെയുള്ള സാധനങ്ങളും വന്നിട്ടുണ്ട്. ഒരു പൈപ്പിന്റെ കണക്ഷനും വന്നിട്ടുണ്ട്. അത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. അത് എന്തിനാന്ന് എനിക്കറിയില്ല. വെള്ളം ഇങ്ങനെ കയറി ഇതിലൂടെ പുറത്ത് പോകുന്ന അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടാവുമായിരിക്കും. പിന്നെ ബാക്കിൽ വെക്കുകയാണെങ്കിൽ നമ്മളെ ദിശ മാറ്റാൻ വേണ്ടിയിട്ടുള്ള സർവോ മോട്ടർ, സ്റ്റിയറിംഗ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു നീളമുള്ള കമ്പി ഈ ഒരു പങ്കായത്തിലേക്ക് പോയിട്ട് ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ വണ്ടി വളയുക. നമ്മളെ ബോട്ടിന്റെ സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 55 km/h ആട്ടോ. വെള്ളത്തിൽ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അലാക്കിന്റെ സ്പീഡ് വണ്ടിക്ക്. നമ്മൾ ഈ സൈഡിൽ ഒരു ഹോൾസ് വന്നിട്ടുണ്ട്. ആ ഹോൾസ് നേരെ ബാക്കിലേക്ക് പോകുന്നുണ്ട്. ഇതെന്തിനാന്ന് എനിക്കറിയില്ല. ചിലപ്പം വെള്ളം ഇതിലേക്ക് കയറിയിട്ട് ബാക്കിലോട്ട് പോകുന്ന എന്തെങ്കിലും പരിപാടി ഉണ്ടാവുമായിരിക്കും. കറക്റ്റ് ഫംഗ്ഷൻ എനിക്കറിയില്ല. ഇതാണ് നമ്മളെ ബോട്ടിന്റെ ട്രാൻസ്മിറ്റർ വരുന്നത്. ഒരു പ്രൊപ്പോഷണൽ സ്റ്റിയറിംഗ്, ത്രോട്ടിൽ ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ സ്റ്റിയറിംഗ് ട്രിം, ത്രോട്ടിൽ ട്രിം, അതുപോലെ പവർ ബട്ടൺ ലെഫ്റ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ ബോട്ടിന്റെ അകത്ത് പവർ ബട്ടണും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ബോട്ട് ഓൺ ആവും. നമ്മൾ വെള്ളത്തിൽ ഇറക്കുമ്പോൾ സ്വിച്ചിന് കംപ്ലൈന്റ് ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും സ്വിച്ച് ഇല്ലാണ്ട് ഇറക്കിയിട്ടുണ്ടാവും വണ്ടി. നമ്മളെ റിമോട്ടിന്റെ അകത്ത് AA ബാറ്ററി ആണ് കേട്ടോ. 4 ഈ ഒരു വട്ടം മുകളിലോട്ടേക്ക് ആക്കി കഴിഞ്ഞാൽ റിമോട്ട് ഓണോ. നമ്മൾ ബോട്ടിൻ്റെ അകത്ത് ഈ ഒരു വയർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വണ്ടി ഓണാവും കേട്ടോ. നമ്മൾ വയർ കണക്ട് ചെയ്യുമ്പോൾ തന്നെ ബോട്ട് ഓണായി. ബോട്ടിൻ്റെ അകത്ത് ലൈറ്റും പരിപാടിയെല്ലാം ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, ഫ്രണ്ടിൽ 2 ലൈറ്റ് ഉണ്ട്, ബാക്കിൽ ഇവിടെ നമ്മൾ ബാറ്ററി കണക്ട് ആയി എന്ന് തിരിയിപ്പിക്കാൻ വേണ്ടിയുള്ള ലൈറ്റും ഉണ്ട്. ഇതാണ് നമ്മളെ ടേൺ ചെയ്യാനുള്ള സാധനം. ത്രോട്ടിൽ കൊടുക്കുമ്പോഴുള്ള പവർ നോക്കിക്കേ. ലാക്കിന്റെ സ്പീഡ് കേട്ടോ ബോട്ടിന്. അപ്പം നമുക്കിതൊന്ന് പുറത്ത് പോയിട്ട് ഓടിച്ചിട്ട് വരാം കേട്ടോ. ഒരു ലേക്കിൽ വന്നിട്ടുണ്ട്, കുറച്ച് അസിസ്റ്റൻസിന് കിട്ടിയിട്ടുണ്ട്. ഹായ്.
അപ്പോൾ നമ്മളെ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളും കഴിഞ്ഞ് ഒരു രക്ഷയില്ലാത്ത വണ്ടിയാട്ടാ. നല്ല നീളത്തിൽ നല്ല ഓപ്പൺ ആയിട്ടൊക്കെ ഉള്ള ഏരിയ കിട്ടുവാണെങ്കിൽ കിടിലം പോലെ ഓടിച്ച് കളിക്കാൻ പറ്റിയ സാധനമാട്ടാ. ഇതുപോലത്തെ നാട്ടിൽ പോകാൻ പറ്റിയിരുന്നെങ്കിൽ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടായിരുന്നു ഓടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മളെ ബാംഗ്ലൂരിൽ കുറവാണ്, ആകെയുള്ളത് ഈ ലേക്കും കാര്യങ്ങളൊക്കെ. അവിടെ അങ്ങനെ പെർമിഷൻ കിട്ടില്ല നമുക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട്. നാട്ടിലാകും കുഴപ്പമില്ല, നമുക്ക് എല്ലാം കാണുന്ന തോട്ടിലും കുളത്തിലെല്ലാം ഓടിക്കായിരുന്നു. പിന്നെ നമ്മളെ വണ്ടീൻ്റെ അകത്ത് ബാറ്ററി കുറവാണെങ്കിൽ അതിനുള്ള ഇൻഡിക്കേഷനും കാര്യങ്ങളുണ്ട്. കാരണം വെള്ളത്തിന്റെ നടുക്കുന്നെല്ലാം ഓഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നുകിൽ നീന്തിയിട്ട് പോയിട്ട് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ വല്ല തോണിയോ പിടിച്ചിട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് ആ ഒരു റിസ്ക് ഉണ്ട്. നമുക്ക് അറിയാത്ത സ്ഥലത്തൊക്കെ ആണെങ്കിൽ പോയിട്ട് ഓടിച്ച് അവിടെ സ്റ്റക്കായിട്ട് നമ്മൾ അതിൽ നിന്ന് ഇറങ്ങി എടുക്കുന്ന റിസ്ക് നമുക്കുണ്ട്. അതുകൊണ്ട് സേഫ് ആയിട്ടുള്ള സ്ഥലത്തോട്ടൊക്കെ ഓടിക്കുക, റിക്കവർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഓടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയി. ബോട്ടിന്റെ പെട്ടിൻ്റെ അകത്ത് വേറെ കാര്യമുള്ള പരിപാടികളൊന്നുമില്ല. ഒരു യൂസർ മാനുവൽ ഉണ്ട്, പിന്നെ ചാർജറും ഉണ്ട് കേട്ടോ. പെട്ടിൻ്റെ അകത്ത് 2 LNG കൊടുത്തിട്ടുണ്ട്, പിന്നെ കുരിശ് പോലത്തെ സ്പാൻഡർ കൊടുത്തിട്ടുണ്ട്. ഇത് പ്ലാസ്റ്റിക്കിൽ വന്നിട്ടുണ്ട്, ആദ്യമായിട്ട് കേട്ടോ പ്ലാസ്റ്റിക്കിൽ വന്നിട്ടുള്ള സ്പാൻഡർ കാണുന്നു. ഇത് പ്ലാസ്റ്റിക്കിൽ കൊടുത്തില്ല, ബാക്കിയുള്ള എല്ലാ വണ്ടികളെയും മെറ്റലിലാണ് കൊടുക്കുന്നത്. ഇത് മാത്രം എന്താ പ്ലാസ്റ്റിക്കിൽ കൊടുത്തതെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മൾ ഈ ബാക്കിലത്തെ ഫാൻ ഉണ്ടല്ലോ, ഇത് വെള്ളത്തിലോട്ട് നല്ല സ്പീഡിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഊരി പോകാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടുവാണെങ്കിൽ പെട്ടെന്ന് പൊട്ടാൻ ചാൻസ് ഉണ്ട്. സോ ഒരു എക്സ്ട്രാ ഫാനും കൂടി ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ബോട്ട് നമുക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്നെ നമ്മൾ ഓസി ടോയ്സ് ആട്ടാ. അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഈ ബോട്ടിന്റെ വില വരുന്നത് 15,000 രൂപയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടിലും പോലത്തെ ഒരു സാധനമാണ്. നമുക്കിങ്ങനെ വെള്ളത്തിലോട്ടേക്ക് ഓടിച്ച് കളിക്കാൻ അത്യാവശ്യം നല്ല കിട്ടിലും പോലത്തെ ഒരു വണ്ടി കേട്ടോ. ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളിലും അടിപൊളിയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ ബൈ.